നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ചില ആളുകൾ ഒരു യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർ ഒരു ഖബർസ്ഥാനിന്റെ അരികിലൂടെ കടന്നുപോയി. അപ്പോൾ അവർ പറഞ്ഞു, മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഖബറിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ അവർ 2 റക്അത്ത് നമസ്കരിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞപ്പോൾ ഖബറിൽ നിന്ന് ഒരാൾ തന്റെ തല പുറത്തേക്കിട്ടു. ഇരുണ്ട നിറമുള്ള ആ മനുഷ്യന്റെ നെറ്റിയിൽ സുജൂദിന്റെ അടയാളമുണ്ടായിരുന്നു. അയാൾ ഇവരോട് ചോദിച്ചു, ഖബറിൽ നിന്ന് തല പുറത്തേക്കിട്ട മനുഷ്യൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾ എന്തിനാണ് എന്നെ വീണ്ടും ജീവിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തത്? ഞാൻ മരിച്ചിട്ട് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും മരണത്തിന്റെ ചൂട് എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ വേദനയും പ്രയാസവും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് എന്റെ പഴയ അവസ്ഥയിലേക്ക് മടക്കാൻ, അതായത് വീണ്ടും എന്നെ മരിപ്പിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ആ മനുഷ്യൻ ഇവരോട് പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ സുഹദ് എന്ന് പറയുന്ന കിതാബിലും ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ ഗ്രന്ഥത്തിലും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഹൃദയമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ നാം ഓതാറുള്ള ഒരായത്താണ്, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ നിളാമ വഹിയ റമീം. നബിയുടെ അടുക്കലേക്ക് പ്രവാചകന്റെ ഒരു പ്രതിയോഗി കടന്നു വന്ന് അയാൾ കയ്യിൽ നുരുമ്പിച്ച ഒരു എല്ലിന്റെ കഷ്ണം പിടിച്ചുകൊണ്ട് ആ എല്ലിന്റെ കഷ്ണം പ്രവാചകന്റെ നേരെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിനെ പൊടിയാക്കി കളഞ്ഞ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഈ എല്ലിൻ കഷ്ണം നുരുമ്പിച്ചു പോയതിനു ശേഷം ആരാണ് വീണ്ടും ഇതിൽ നിന്നും മനുഷ്യനെ പുനഃസൃഷ്ടിക്കുക? അപ്പൊ അല്ലാഹു തആല പറയുന്നുണ്ട്, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ നിളാമ വഹിയ റമീം. ഖുൽ, നബിയെ പറയുക, യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ. നീ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ നുരുമ്പിയ എല്ലിൻ കഷ്ണമുണ്ടല്ലോ, ഈ എല്ലിനെ ആദ്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാരാണോ അവനാണ് വീണ്ടും ഈ പൊടിയിൽ നിന്ന്, ഈ ധൂളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് നബിയെ അവരോട് പറയൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും അതിന്റെ ഒരു സാമ്പിളിൽ നിന്ന് പുനഃസൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവനാണ്. ഇന്നലെ തറാവീഹില് നമ്മൾ ഓതിയ ഒരായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, നിനക്കൊരു കുഞ്ഞിനെ ഞാൻ തരും. അപ്പൊ സക്കരിയ നബി ചോദിക്കുന്നു, എനിക്കെങ്ങനെയാണ് ഇനി കുഞ്ഞിനെ കിട്ടുക? ഞാൻ പ്രായമായി, എന്റെ ഭാര്യ പ്രസവിക്കാൻ കഴിവില്ലാത്തവളാണ്, എനിക്കിനി എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കിട്ടുക? അപ്പൊ അല്ലാഹു തആല പറയുന്നുണ്ട്, സക്കരിയ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നിന്നെ നാം സൃഷ്ടിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനും എനിക്ക് കഴിയും. അപ്പോ ആദിമ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്നായിരുന്നു. ആ ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിപ്പിന് ശേഷം വീണ്ടും മനുഷ്യനെ പുനഃസംഘാടനം നടത്താൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഇത് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും അള്ളാഹു മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നതാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖുർആനിലെ 22-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്താണ്. അപ്പോ
മഴ പെയ്യുമ്പോൾ തരിശായി കിടക്കുന്ന ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുമ്പോൾ ആ മഴയ്ക്ക് ശേഷം ആ ഭൂമിയിൽ നിന്ന് ചെടികളെ എങ്ങനെയാണോ അള്ളാഹു മുളപ്പിക്കുന്നത്, ഇതുപോലെ ഖബറുകളിൽ നിന്ന് മരിച്ചുപോയ മനുഷ്യരെ വീണ്ടും അവരുടെ എല്ലുകളെ പുനഃസംയോജിപ്പിച്ചുകൊണ്ട് സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ അതിന്റെ തെളിവാണിത്. മുൻഗാമികളായ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്ത് തന്നെ മരിച്ച ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവായിരുന്നു എന്നാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഈ സംഭവത്തിലെ പാഠം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, ഒരാൾ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചു വന്നാൽ പോലും അയാൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. അയാൾ വീണ്ടും ഉടൻ തന്നെ മരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചു വന്നാൽ പോലും മരിക്കാത്തവരെ പോലെ സ്ഥിരമായിട്ട് ജീവിക്കാനുള്ള അവകാശം അയാൾക്കുണ്ടായിരിക്കുകയില്ല. അയാളെ എന്തിനു വേണ്ടിയാണോ രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ടത്, ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അയാളെ മരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൽ നല്ലതാണ്. അപ്പൊ ഏതൊരു കാര്യത്തിന് മുമ്പും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ 2 റക്അത്ത് സുന്നത്തിലൂടെ നാം ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു തആല പെട്ടെന്ന് നടത്തി തരും. കാരണം നമസ്കാരം പോലെ അല്ലാഹുവുമായി ബന്ധമുണ്ടാക്കുന്ന മറ്റൊരു കർമ്മവുമില്ല. നമസ്കാരത്തിന് എന്താണ് അറബി പറയുക? സാധാരണ സ്വലാത്ത് എന്നാണ് പറയുക. ഈ സ്വലാത്ത് എന്ന പദം അറബിയിലെ സ്വിലത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. സ്വിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധമെന്നാണ് അർത്ഥം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരവും. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്താൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. അതുകൊണ്ടാണ് സ്വലത്തിലൂടെ ഉണ്ടായ പദം സ്വലാത്തായി മാറിയത് എന്ന് ഭാഷാ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഏതൊരു വിഷയത്തിനു മുമ്പ് നല്ല ഒരു കാര്യം, അനുവദിക്കപ്പെട്ട ഹലാലായ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ദുആ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫാത്തിഹ ഓതുമ്പോ നമ്മൾ സാധാരണ പറയുന്ന ഒരു ആയത്തുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് അതിന്റെ അർത്ഥം? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞത് ഇയ്യാക നഅ്ബുദു എന്ന പദമാണ്. ഇബാദത്തിനെ കുറിച്ചാണ്, ആരാധനയെ കുറിച്ചാണ്. പിന്നീട് പറഞ്ഞത് വ ഇയ്യാക നസ്തഈൻ, സഹായം തേടുന്നു എന്നുള്ള കാര്യമാണ്. അതായത് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ആദ്യം ഒരു ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ആദ്യ ഇബാദത്ത് ചെയ്തിട്ട് സഹായം ചോദിച്ചാൽ അല്ലാഹു തആല സഹായം തരും. ഫസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശം? നമ്മുടെ സാധാരണ പറയുന്ന ക്ഷമയാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ആ ക്ഷമ കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സൗമ്, നോമ്പാണ്. നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കോളൂ. കാരണം നോമ്പ് പോലെ ക്ഷമ വേണ്ട മറ്റൊരു ഇബാദത്തും ഇല്ല. അതുകൊണ്ടാണ് റമദാനിലെ ഷഹ്റു സ്വബ്രി, ക്ഷമയുടെ മാസം എന്ന് പറയുന്നത്. അപ്പോ പണ്ഡിതന്മാര് പറയുന്നു, നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കോളൂ. അപ്പൊ ഏത് പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും ആ വിഷയത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ മരിച്ചവരെ ഖബറിൽ നിന്ന് ജീവിപ്പിക്കപ്പെട്ടത് എപ്രകാരമാണോ അതുപോലെ
നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നടത്തിത്തരും എന്നൊരു സന്ദേശമാണ് ഈ ചരിത്രത്തിൽ നിന്ന് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. റമളാനിന്റെ ആദ്യത്തെ 10 ഇന്നത്തെ അസ്തമയത്തോടുകൂടി അവസാനിക്കുകയാണ്. അല്ലാഹു തആല കരുണ കിട്ടിയ അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ആ കണ്ണിയിലേക്ക് വിളക്കി ചേർക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത